രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ പ്രധാനമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസും സിപിഐഎമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് പുനർവിതരണം ചെയ്യാൻ കോൺഗ്രസ് പദ്ധതിയിടുന്നു എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം നിരാശനായ നരേന്ദ്രമോദി നുണപ്രചാരണത്തിന്റെ വീര്യം കൂട്ടിയെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്നലെ രാജസ്ഥാനിലെ ബൻസ്വാരയിൽ BJP സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശങ്ങൾ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സമ്പത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർക്കും നൽകും. രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകണമെന്നാണ് കോൺഗ്രസ് നിലപാടെന്നും നരേന്ദ്രമോദിയുടെ പ്രസംഗം. देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. മോദിയുടെ പരാമർശങ്ങൾ പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും മുസ്ലിംകൾക്കെതിരെ വിദ്വേഷം വളർത്തുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. CPIMൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോൺഗ്രസും CPIMും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. രാജസ്ഥാൻ പോലീസിലും പരാതി നൽകാനാണ് CPIM തീരുമാനം. ജനശ്രദ്ധ തിരിക്കാൻ പ്രധാനമന്ത്രി നുണ പറയുകയാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര തരം താഴ്ന്നിട്ടില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വിമർശിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രചാരണം കൂടിയെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കുറ്റപ്പെടുത്തി. BJP is falling back on its stock in trade, as is called. This is its regular business of trying to create polarization. And the fact it did it in Rajasthan is also significant. നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് കപിൽ സിബൽ. वो ये है चुनाव आयोग से कि आपने तुरंत कोई कदम नहीं उठाया. क्यों नहीं उठाया? ये जो भाषण है इसकी आपको निंदा करनी चाहिए. मोदी जी को नोटिस देना चाहिए. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് പ്രീണനമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ന്യായീകരിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.